ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ ദിവസം പുതിയ ടോപ്പിക്കായിട്ട് ഞാൻ വരുന്നുണ്ട്. എനിക്ക് ഒന്ന് രണ്ട് കമൻറ്റ്സ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു ഫേസ് ഫാറ്റിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ 11 കിലോ കുറച്ചതിൻ്റെ ജേർണിയിൽ എനിക്ക് ഏറ്റവും കൂടുതലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ ഫേസ് ഫാറ്റ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്തു. കംപ്ലീറ്റ്ലി റെഡ്യൂസ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു ലിമിറ്റ് വരേക്കും എൻ്റെ ഫേസിലെ ഫാറ്റൊക്കെ റെഡ്യൂസ് ചെയ്തു. ഞാൻ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്, എൻ്റെ ഫേസ് ഫാറ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്തു, ആ ഒരു സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, പിന്നെ എന്തുകൊണ്ട് ഫേസ് ഫാറ്റ് വരുന്നു, എങ്ങനെയല്ല നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഡയറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ചില കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, വെയിറ്റ് കൂടുന്നു കുറയുന്നു എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ട് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കാൻ ഞാനത് ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ അല്ലെങ്കിൽ എൻ്റെ ബയോയിൽ ചെന്ന് ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എൻ്റെ ഇൻസ്റ്റഗ്രാം ID കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ജേർണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ആദ്യമേ തന്നെ പറയാം, നമ്മുടെ ഡയറ്റ് തന്നെയാണ്. നമ്മൾ ഡയറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഫേസിലെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, നമുക്ക് എൻ്റെ ഒരു ജേർണിയിൽ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഫേസ് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ജേർണിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഫേസ് ഫാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറേ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫേസ് ഫാറ്റ് വരാൻ കേട്ടോ. ഒന്നുകിൽ നമ്മുടെ ഓവറോൾ ബോഡി നമുക്ക് ബിൽഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഓവറോൾ ബോഡി ഓവർ വെയിറ്റ് വെക്കുമ്പോൾ നമുക്ക് ഫേസിൽ ഫാറ്റ് വരാം. വാട്ടർ റിട്ടൻഷൻ ഉണ്ടെങ്കിൽ, തൈറോയിഡ് പ്രോബ്ലംസ്, PCOS അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ ഓവറായിട്ട് സോൾട്ട് ഇൻടേക്ക് ചെയ്യുക, പീരീഡ്സിന്റെ ടൈം, ഹോർമോൺ ഇംബാലൻസ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഫേസിലെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാം. പക്ഷെ നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്, നമുക്ക് ഓവറോൾ ബോഡി വെയിറ്റ് വെക്കുമ്പോഴാണ് നമുക്ക് ഈ ഫേസിന്റെ ഫാറ്റ് വെക്കുന്നത്. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ബോഡിയിൽ ഫാറ്റ് സ്റ്റോറേജ് ആകുമ്പോൾ എനിക്ക് ഇന്ന പാർട്ടൊന്നുമില്ല, എല്ലാ പാർട്ടും നന്നായിട്ട് വണ്ണം വെക്കും. എൻ്റെ ഫേസ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ 76 kg ഞാൻ ഈ ഒരു രീതിയിലാണ് ഇരുന്നത്. ഇപ്പം എൻ്റെ ഫേസ് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. എനിക്ക് ജോ ലൈൻ ബിൽഡ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ജോ ലൈൻ ഒന്നും ബിൽഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് ജനറ്റിക്കലി എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയ്ക്കോ ഒക്കെ ഈ പറയുന്ന പോലെ റൗണ്ട് ഫേസ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊരു ജോ ലൈൻ ബിൽഡ് ചെയ്യാനുള്ളത് ചാൻസ് കുറവാണ്. അത് മാത്രമല്ല, എൻ്റെ ഒരു ഫേസിൻ്റെ ഷേപ്പ് കണ്ടോ, എനിക്ക് ഇവിടെ ഒരു ഇതുണ്ട്. ഈ ഒരു രീതിയിലാണ് എൻ്റെ ഫേസ് വന്നത്. എങ്കിലും കുറേയെങ്കിലും എൻ്റെ ഫേസ് ഫാറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇവിടത്തെ ഫേസ്, ഞാൻ ഈ ചിരിക്കുമ്പോൾ ഇവിടെ 2 ചീക്ക് എനിക്കിങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് ജനറ്റിക്കലി ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെ മാറ്റാനൊന്നും എനിക്ക് പറ്റില്ല. അതെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഇഞ്ചക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ എനിക്കത് മാറുള്ളൂ. അതെനിക്ക് മാറ്റണമെന്നുമില്ല. എനിക്ക് ഒരിക്കലും ആർട്ടിഫിഷ്യലി എനിക്കൊന്നും ചെയ്യണമെന്നില്ല. എനിക്ക് നാച്ചുറലി എങ്ങനെയാണോ മാറുന്നത്, അതിപ്പോൾ സ്കിന്നാണേലും എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ഒട്ടും ഇതുവരെയായിട്ടും എനിക്ക് താല്പര്യം വന്നിട്ടില്ല. ഓക്കെ, ഇതുവരെയ്ക്കും ഞാൻ ചെയ്തിട്ടും ഇല്ല. അപ്പോൾ എൻ്റെ ആ ഒരു ജേർണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട്. ആ ഒരു ഫാറ്റ് ഡെപ്പോസിറ്റ് പോകുമ്പോൾ തന്നെ നമുക്ക് പല 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 പാർട്സിൽ നിന്നും ഇതുപോലെ ഫാറ്റ് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഏറ്റവും ലാസ്റ്റ് മാത്രമേ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയുന്നത് കാണാം. ആദ്യം നമ്മുടെ എക്സസൈസോ ഡയറ്റും ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിനാണ് മാറ്റം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളെ കാലറി ഇത്ര ഒരു കാലറിയിൽ നിന്ന് നമ്മൾ ഒരു ഓവർലോഡായിട്ട് നമ്മൾ കാലറി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് കാലറി സഡൻ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. സ്ലോലി നമ്മൾ കാലറി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓവറായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. എല്ലാം സ്ലോ ആയിട്ട് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറ്റ് എടുക്കുമ്പോൾ തന്നെ ഫുഡ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യും. ഈ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ഇങ്ങനെ ആക്കുമ്പോൾ സാഗി ആയിട്ട് മാറാനുള്ള ഒരു ചാൻസ്
ചാൻസ് അല്ല, നമ്മുടെ സ്കിന്ന് സാഗി ആയിട്ട് മാറി നമ്മളെ കാണുമ്പോൾ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാരെ പോലെ തോന്നുകയും ചെയ്യും. നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ കുറെ പേര് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നു, അവരെ കാണാൻ യങ് ആയിട്ടുള്ളത് പോലെ തോന്നുന്നു. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഏജ്ഡ് ആയിട്ട് ഫീൽ ആകുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങളെല്ലാം നമ്മുടെ ഫേസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ളതാണ്, പക്ഷെ ചിലതെല്ലാം ഈ ഒരു വെയിറ്റ് ലോസിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഫസ്റ്റ് മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാണ്ടിരിക്കേണ്ടത്, ഒരിക്കലും സഡൻ ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതിന് എത്രയൊക്കെ ആരൊക്കെ എന്തൊക്കെ കളിയാക്കി എന്ന് പറഞ്ഞാലും ഒരിക്കലും സഡൻ ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അത് ഒന്ന് നമ്മുടെ ലുക്കിന്, കാരണം നമ്മുടെ ലുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ ഫേസിന്റെ ഫാറ്റ് അല്ലെങ്കിൽ ഓവറോൾ ബോഡി നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ അതൊന്ന് നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഫേസ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ചുളിവ് വരാനും സാഗി ആയിട്ട് കാണാനുമുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും പെട്ടെന്ന് തന്നെ ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ക്രാഷ് ഡയറ്റ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് ഞാൻ ഇത്ര ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇത്ര മണി ചോറ്, ചിലപ്പോൾ ചോറ് അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഫേസ് ഫാറ്റ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് നല്ല രീതിയിലുണ്ട്. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ മാറ്റുമ്പോൾ തന്നെ ഒരു പരിധി വരെ നമുക്ക് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഫാറ്റ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റും ഉണ്ട്, പിന്നെ നമ്മളെ വാട്ടർ റിറ്റൻഷൻ പോലുള്ള ഫാറ്റും ഉണ്ട് കേട്ടോ. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചർമ്മത്തിന് താഴെയുള്ള, നമ്മുടെ സ്കിന്നിന് താഴെയുള്ള ഫാറ്റ് പോകുന്നതാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റും. വാട്ടർ റിറ്റൻഷനും പഫിനെസ്സും ഒക്കെ വരുന്നത് നമ്മൾ സോൾട്ട്, ഹോർമോൺ ഇംബാലൻസ്, സ്ലീപ്പ് കുറവ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡയറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ ബോഡിയിലെ ഓരോ പാർട്ടിന്റെ ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസിലെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 100%-ൽ ഒരു 80% നമ്മുടെ കയ്യിലിരിക്കുന്നത് ഡയറ്റിലാണ്. ആ ഒരു ഡയറ്റ് പ്രോപ്പറായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫേസ് ഫാറ്റ് എത്ര നമ്മൾ എക്സസൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പിന്നെ നമ്മൾ സോൾട്ട് എടുക്കുക, ഒരുപാട് സോൾട്ട് എടുക്കുക, ഒരുപാട് ഷുഗർ എടുക്കുക, ഇതൊക്കെ തന്നെ. ഒരു വെള്ളം കുടിക്കാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ആവുന്നുണ്ട്. ഈ മഴക്കാലത്തൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മഴയാണ്, നമുക്ക് വെള്ളം കുടിക്കാൻ ഒരു തോന്നലില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ വെള്ളം ഒന്നും കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് എക്സ്ട്രീം ആയിട്ട് ഡ്രൈ ആയി പോവുള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ മര്യാദയ്ക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കണ്ടീഷൻ ഒരു പരിധി വരെ നമുക്ക് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഫേസിൽ എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഇട്ട് വലിക്കാറില്ല. ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ നമുക്ക് ഈ പറയുന്ന ഇങ്ങനെ വെച്ചിട്ടൊരു യോഗ നമുക്ക് ചെയ്യാം കേട്ടോ. ജോ ലൈനൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെയൊക്കെ പതുക്കെ കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഫേസ് എക്സസൈസ് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഹോം റെമഡീസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നത്. ഓക്കെ, പ്രോട്ടീൻ ഇൻടേക്ക് മസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കണം കേട്ടോ. പ്രോട്ടീൻ ഒക്കെ നമ്മൾ ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്തെന്നുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പ്രോട്ടീൻ നമ്മളെ എലിമിനേറ്റ് ചെയ്താൽ, നമ്മൾ ഈ പ്രോട്ടീൻ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒന്നാമത്തെ കാര്യം നമ്മളെ കാണാനായിട്ട് ഭയങ്കര വയ്യായിക. നമുക്കിനി നമ്മൾ ചിലവർ ചോദിക്കില്ല എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കും ചിലവരെ കാണാനായിട്ട്. അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്ക് ഡയറ്റ് എടുത്ത് നല്ല രീതിയിൽ പ്രോട്ടീൻ ഒക്കെ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ട് വരില്ല. അപ്പൊ പ്രോട്ടീൻ എടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ ബിൽഡ് ചെയ്യുക, നമ്മുടെ ശരീരം ഒന്ന് ടോൺ ചെയ്തെടുക്കുക, എളുപ്പം വെയിറ്റ് ലോസ് പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രോട്ടീൻ ബിൽഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്കിന്ന് കാണാനായിട്ട് ഭയങ്കരമായിട്ട് മെലിഞ്ഞ പോലെ വയ്യായിക പോലെ ഒന്നും ഇരിക്കില്ല. നെക്സ്റ്റ്, കാർബ്സ്. നമ്മൾ പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ കാർബ്സ് അങ്ങ് എലിമിനേറ്റ് ചെയ്യും. ഇനി ചോറ് വേണ്ട എന്ന് എലിമിനേറ്റ് ചെയ്യും. നമുക്ക് എനർജി തരുന്നതേ ഈ കാർബ്സ് ആണ്. ഈ ഒരു കാർബ്സ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഫേസിൽ ഇങ്ങനെയുള്ള റിങ്കിൾസ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഡയറ്റും എടുക്കുന്നില്ല, എക്സസൈസും ചെയ്യുന്നില്ല, ആകെ ചെയ്യുന്നത് ഫേസിന് വേണ്ടിയിട്ട് കുറച്ച് യോഗ പോലുള്ളത്, കുറച്ച് ഞാൻ ഇപ്പൊ കാണിച്ച പോലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. ഒരിക്കലും 100% ആ ഒരു രീതിയിൽ നമ്മുടെ ഫേസ് ഫാറ്റ് കുറയില്ല. മുമ്പ് ഞാൻ എൻ്റെ ബോഡി എനിക്ക് ഓക്കെ ആണ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കൺസേൺ ആയിരുന്നു എനിക്ക് എൻ്റെ ഫേസ് ഫാറ്റ് കുറയ്ക്കണം എന്നുള്ളത്. ആ ഒരു സമയത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ഫേസ് ഇങ്ങനെ ചെയ്യുമായിരുന്നു.
അലോവേറ ജെല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫേസിന്റെ എന്താ എക്സസൈസ് ഓരോന്നൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ഒരു മാറ്റവും ഒരു പെർസെൻറ്റേജ് മാറ്റം പോലും സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്താ ഞാൻ ഈ വെയിറ്റ് ലോസ് ചെയ്ത സമയത്താണ് എനിക്ക് ഈ പറയുന്ന ഫേസ് ഫാറ്റ് റെഡ്യൂസ് ചെയ്തത്. നമുക്ക് ഈ വെയിറ്റ് ലോസിൽ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ മെലിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഫേസ് കണ്ടിട്ടാണ്. നമ്മൾ ഫേസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ മെലിഞ്ഞിട്ടുണ്ടോ, നമ്മൾ മെലിഞ്ഞിട്ടില്ല ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഇരിക്കുന്ന ഫേസ് മെല്ലെ 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 കുറഞ്ഞു വരും. ഡബിൾ ചിൻ എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് എനിക്ക് 11 കിലോ ആവുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പോട്ടെ എനിക്കൊരു 670 kg ആവുന്നവരെ എനിക്ക് ഡബിൾ ചിൻ ഇല്ലായിരുന്നു. എനിക്ക് 76 പോയപ്പോൾ എനിക്ക് പതുക്കെ ഒരു ഡബിൾ ചിന്ന് ഇപ്പൊ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. എനിക്ക് ഡബിൾ ചിൻ എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് ഇല്ല. കംപ്ലീറ്റ്ലി അത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ ഡയറ്റ് എടുത്തത് കൊണ്ടാണ് എനിക്ക് ഡബിൾ ചിൻ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് കാണാനില്ലാത്തത്. അതേപോലെ ജോലൈൻ എന്ന് പറയുന്ന ഒരു സാധനം ഏകദേശം എനിക്കിവിടെ ഉണ്ട്. കുറച്ച് രീതിയിലെങ്കിലും എനിക്കൊരു ജോലൈൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു കാര്യം അത് ഞാൻ പറഞ്ഞു, ജനറ്റിക്കലി എനിക്ക് ഉള്ളതാണ്, അതെനിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചില ജനറ്റിക്കലി കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. ചിലർക്ക് കൈവണ്ണം, ചിലർക്ക് കാലിന്റെ വണ്ണം, ചിലർക്ക് ഫേസിലെ വണ്ണം, അങ്ങനെ ചില കാര്യങ്ങളൊന്നും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് എങ്ങനെ കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഓൾറെഡി ആ ഒരു പ്ലേസസിൽ നമുക്ക് വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ബോഡി വെയിറ്റ് കൂടെ വയ്ക്കുമ്പോൾ ഫാറ്റ് സ്റ്റോറേജും കൂടെ അതിനകത്തേക്ക് വരും. അപ്പൊ എന്ത് ചെയ്യും, ഉള്ളതിൽ നിന്ന് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഫാറ്റ് ലോസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഡയറ്റ് എടുത്ത് എക്സസൈസ് ചെയ്ത് വണ്ണം കുറയ്ക്കുമ്പോൾ ആ ഒരു പരിധി എന്ന് പറയുന്ന സാധനം നമുക്ക് കുറെയെങ്കിലും കുറയ്ക്കാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ളത് ജനറ്റിക്കലി ആണ്, നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കൈവണ്ണം എന്ന് പറയുന്ന കാര്യം നമുക്ക് എക്സസൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡയറ്റ് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് കുറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നമ്മുടെ ഫാറ്റ് സ്റ്റോറേജ് ആണ്, അത് നമുക്ക് കുറയും. അല്ല നമുക്കത് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ജനറ്റിക്കലി നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്, നമുക്ക് കുറയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റ് ആദ്യം മനസ്സിനകത്ത് വെക്കാം. ഓക്കെ, ഇപ്പൊ ചിലർക്ക് കാണുമ്പോൾ മനസ്സിലാവും, ചിലർക്ക് വെയിറ്റ് എല്ലാം കുറയുന്നുണ്ട്, പക്ഷെ എന്താ കൈവണ്ണം കുറയുന്നില്ല. കുറെയെങ്കിലും നമ്മളെ ഫാറ്റ് നമുക്ക് നമ്മളെ ഫേസിലെ ഫാറ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ നമ്മൾ പഫ്നെസ് ഉണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മുഖം നല്ല വീർത്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഐസൊക്കെ വെച്ചിട്ടൊന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഐസൊക്കെ വെച്ചിട്ടൊന്ന് നമുക്ക് അതിനെ ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇപ്പൊ ഐസൊക്കെ യൂസ് ചെയ്യുന്ന ടൂൾസ് ഒക്കെ ഉണ്ട്. ഡയറക്റ്റ് ഐസ് ഫേസിനകത്ത് വയ്ക്കാണ്ടിരിക്കുക. ഡയറക്റ്റ് ഐസ് ഫേസിനകത്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു നമ്മുടെ സ്കിന്നിന് അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല. ജസ്റ്റ് എന്തെങ്കിലും ടവൽ കൊണ്ടൊന്ന് പൊതിഞ്ഞതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഐസ് ഒന്ന് വച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് സ്കിൻ കെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ എൻ്റെ സ്കിന്ന് ഏത് രീതിയിൽ മാറ്റിയെടുക്കുന്നു, ഞാൻ എൻ്റെ സ്കിന്ന് ഏതൊക്കെ രീതിയിലാണ് എന്താ പറയുക, ഓരോ തവണ കഴിയുമ്പോഴും എൻ്റെ സ്കിന്നിൻ്റെ രീതി ഭയങ്കരമായിട്ട് ചേഞ്ചായി വരുന്നത്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. എന്തൊക്കെ ഫേസ് പാക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ കം ബാക്ക് ടു അവർ ഫേസ് ഫാറ്റ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ പറയുന്ന, പിന്നെ ഹെൽത്തി ഫ്രൂട്ട്സ് കഴിക്കുക, നട്ട്സ് കഴിക്കുക, നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ്, നട്ട്സ് പോലുള്ള കാര്യങ്ങൾ കഴിക്കുക. ഇപ്പോൾ എൻ്റെ അടുത്ത് ആരും വന്നിട്ട് ക്ഷീണിച്ചു പോയി എന്ന് എൻ്റെ അടുത്ത് ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. കാര്യം എന്നോട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ നേരത്തെ ഇരുന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറയും. പക്ഷെ എനിക്ക് അവിടെ ഇഞ്ചസ് ലോസ് സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് വെയിറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് എന്തുകൊണ്ടൊരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസിന് വേറെ വ്യത്യാസങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ ക്ഷീണിക്കുമ്പോഴാണ് നമ്മളെ ഒരാൾ കാണുമ്പോൾ അയ്യോ ക്ഷീണിച്ചു പോയി, അയ്യോ വണ്ണം കുറഞ്ഞു, എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുന്നത്. ആ ഒരു കണ്ടീഷൻ എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ ആരും ചോദിക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എപ്പോഴും ഡയറ്റ് ഒരു സ്ലോ പ്രോസസ്സായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഈ പറയുന്ന ഒരു അവസ്ഥ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഫേസ് യോഗ അല്ലെങ്കിൽ ഫേസ് എക്സസൈസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് നാളത്തെ ദിവസം കാണാം. ബൈ.